ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് CFC മത്സര റിവ്യൂമായിട്ടായിരുന്നു ഇന്നലത്തെ 3-0 വിജയം എന്ന് പറയുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ലക്ഷം വരുന്ന ആരാധകർക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഗ്രൗണ്ടിൽ കാണാൻ പോയി ഒഫീഷ്യൽ കണക്ക് വന്നിരിക്കുന്നത് 15,000-നടുത്ത് ആൾക്കാരാണ്. 16,000 ചില്ലുവാനം ആൾക്കാരാണ് ഇന്നലെ കളി കാണാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. ഈ ഒരു ആരാധക സപ്പോർട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി എന്നത് നമ്മൾ എല്ലാ സീസണും പറയാറുള്ളത്. ഇന്നലത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഗ്രൗണ്ടിൽ പോയ ഫാൻസിനെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപ്രീഷിയേഷൻ തന്നെ ചെയ്യേണ്ടതുണ്ട്. തുടർച്ചയായ 3 തോൽവിക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരം വിജയിച്ചത്. അത് ആരാധകരുടെ വലിയൊരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും 3 തോൽവി തുടർച്ചയായി തോറ്റ ടീമിനെ പോലും അവർ ഗ്രൗണ്ടിൽ പോയി അവർ സപ്പോർട്ട് ചെയ്തു. അത് ഫാൻസിനെ വലിയൊരു അപ്രീഷിയേഷൻ തന്നെ ചെയ്യുന്നുണ്ട്. ഈ ടീം വിജയിക്കുമ്പോഴല്ല യഥാർത്ഥത്തിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ടീം പരാജയപ്പെടുമ്പോഴാണ് ടീമിന് കൂടുതൽ സപ്പോർട്ടുമായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കാണിച്ചത്. 17,000-നടുത്ത് ഫാൻസാണ് ഇന്നലെ ഗ്രൗണ്ടിൽ കളി കാണാനുണ്ടായിരുന്നത്. അവർക്കും കൂടി അവകാശപ്പെട്ടാണ് ഇന്നത്തെ വിജയം എന്നാണ്. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ കാര്യം, പ്ലേയേഴ്സ് ഓരോരുത്തരും ഇന്നലെ അടിപൊളിയായി കളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നലത്തെ ആ ഒരു 3-0 വിൻ എന്ന് പറയുന്നത് 19 മത്സരത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലീൻ ഷീറ്റ് വിജയം സ്വന്തമാക്കുന്നത്. 19 മത്സരത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റോട് വിജയം സ്വന്തമാക്കുന്നത്. ഈ ഒരു സീസൺ നമുക്കറിയാം, പല മത്സരങ്ങളും 4 മത്സരങ്ങളിൽ ഇതിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടുകഴിഞ്ഞു. ഈ പരാജയപ്പെട്ട മത്സരങ്ങളും സബ്മിലായ മത്സരങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുത്തറിയാം ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് മറികടന്നത്. ഓരോരുത്തരും ഡിഫൻസിൽ കളിക്കുന്നവർ മാത്രമല്ല, മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ലോഹാസുദ്ധായായാലും രാഹുൽ KP ആയാലും അവരൊക്കെ ഡിഫൻസിനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അത്രയും കമ്മിറ്റ്മെൻറ്റോടെ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ 11 പേരും തന്നെ വിജയം ക്ലീൻ ഷീറ്റോടുകൂടി വിജയം വേണമെന്നുള്ള വാശിയിലായിരുന്നു കളിച്ചത്. അതുപോലെ ഞാൻ പറഞ്ഞ ഗ്രൗണ്ടിൽ ആരാധകർ കൊടുത്തൊരു സപ്പോർട്ട് കൂടെയാണ് ഇന്നത്തെ വിജയത്തിന് വലിയൊരു കാരണമുണ്ടായത്. പിന്നീട് നമ്മളുടെ സ്ട്രൈക്കറായ ജീസസ് ജിമിനീസിൻ്റെ പെർഫോമൻസാണ്. തുടർച്ചയായ 6 മത്സരത്തിനാണ് ജീസസ് ജിമിനീസ് ഗോൾ സ്വന്തമാക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഡിമിയുടെ പകരക്കാരനായിട്ടാണ് ജീസസ് ജിമിനീസിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. ജീസസ് ജിമിനീസ് തുടർച്ചയായ 6 മത്സരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ സീസണിലെ ഡിമി 6 മത്സരം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഗോൾഡ് ബൂട്ട് വിന്നറായ ഡിമി ഫസ്റ്റ് ഗോൾ അടിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ഡിമിയെ ഒഴിവായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ജീസസ് ജിമിനീസിനെ സൈൻ ചെയ്തത്. ആ ജീസസ് ജിമിനീസ് തുടർച്ചയായ 6 കളികളിൽ ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് കോറോസിൻ്റെ ഒരു പെർഫോമൻസാണ്. കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറി 6 കളിലും അസിസ്റ്റ് നൽകി. ഇന്നലത്തെ മത്സരത്തിലും തുടർച്ചയായ 2 മത്സരങ്ങളിൽ അസിസ്റ്റ് നൽകി. ഈ യുവതാരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ വളരെയധികം ഭാവിയുണ്ടെന്നാണ് 2 മത്സരങ്ങളിൽ നിന്ന് ഫാൻസിന് മനസ്സിലാക്കാനായി സാധിക്കും. പിന്നീട് ഓരോരുത്തരും ലൂണയുടെ പെർഫോമൻസ് എടുത്ത് പറയണം. ലൂണ നോഹ ജീസസ് കോംബോ എന്നാണ് രണ്ടാമത്തെ ഗോൾ വന്നത്. പിന്നീട് രാഹുൽ KP ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു പ്ലെയറാണ് രാഹുൽ KP. ആ ഒരു പ്ലെയറിൻ്റെ ഇന്നലെ 3ാമത്തെ ഗോളും നേടി. ഇന്ത്യയുടെ ഇന്ത്യൻ പ്ലെയർ ഈ സീസണിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്ത ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ പ്ലെയറായിട്ട് രാഹുൽ KP മാറിയിരിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ രാഹുൽ KPയെ കുറിച്ച് ഉണ്ട്. പക്ഷെ ആ ഒരു രാഹുൽ KP ഇന്നലെ വിജയ ഗോളും സ്വന്തമാക്കി. അതോടുകൂടി ഇന്ത്യയുടെ ആദ്യത്തെ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിലെ ഇന്ത്യൻ സ്കോററായി രാഹുൽ KP മാറിയിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നോഹയ്ക്ക് വലിയൊരു അപ്രീഷിയേഷൻ കൊടുക്കുന്നൊരു ഗോൾ കൂടെയാണ് ഇന്നലെ രാഹുൽ KP നേടിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാഹുൽ KPക്ക് കൊടുക്കുന്നതിന് പകരം നോക്കുകയാണെങ്കിൽ പ്രൈസ് സ്വന്തമാക്കാമായിരുന്നു, 2ാമത്തെ ഗോൾ സ്വന്തമാക്കാമായിരുന്നു.
പക്ഷേ രാഹുൽ കെ പി വരാൻ കാത്തു നിന്നു. രാഹുൽ കെ പിക്ക് ഗോളടിക്കാൻ അവസരം ഉണ്ടായി കൊടുത്തു. അതാണ് ടീമിലുള്ളൊരു ഒത്തൊരുമ കാണിക്കുന്നതാണ് ഇന്നത്തെ മൂന്നാമത്തെ ഗോൾ. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 8ാം സ്ഥാനത്താണുള്ളത്. വരും കളികളിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ പരിക്ക് മാറിക്കൊണ്ട് ടീമിൻ്റെ സ്കോപ്പിനൊപ്പം ചേർന്നിട്ടുണ്ട്. ടീം പഴയതുപോലെ സ്ട്രോങ് ആയി വരുന്നുണ്ട്. ഏതായാലും വരും മത്സരങ്ങളിൽ ഈ മികവ് കാണിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത മത്സരം ഗോവക്കെതിരെയാണ്.